ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2025 ജനുവരി PSC ബുള്ളറ്റിനിലെ രണ്ടാമത്തെ പാർട്ടാണ് നോക്കാൻ പോകുന്നത്. 2024 ഇമ്പോർട്ടൻ്റ് ആയുള്ള ഫാക്ട്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 2024 25 വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 25 വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൂടിയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 25 വർഷം പിന്നിട്ട വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയാണ്. എയർ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് കൊച്ചിയിലാണ്. വിദേശത്ത് വളർത്തുമൃഗങ്ങളെ കൂടി കൊണ്ടുപോകുവാനുള്ള പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ എയർപോർട്ട് ഏതെന്ന് ചോദിച്ചാൽ അതും കൊച്ചിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നതും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്ന അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 25 വർഷം പിന്നിട്ട കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളവും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. പിന്നെന്താണ്? വിദേശത്തെ വളർത്തുമൃഗങ്ങളെ കൂടി കൊണ്ടുപോകാനുള്ള പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ എയർപോർട്ടും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. 2024 SNDPയുടെ 50 വർഷം പൂർത്തിയാക്കിയ മുഖപത്രം ഏതാണ്? യോഗനാഥം. ആദ്യത്തെ മുഖപത്രം വിവേകോദയമാണ്. 2024 50 വർഷം പൂർത്തിയാക്കിയ SNDPയുടെ രണ്ടാമത്തെ മുഖപത്രമാണ് യോഗനാഥം. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ടാണ് മേരി രത്നാബായി. ആരാണ്? മേരി രത്നാബായിയാണ് അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ സൂപ്രണ്ട്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ സൂപ്രണ്ടാണ് മേരി രത്നാബായി. കാപ്പ ചുമത്തിയവരെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആഗ്. 2025 ജനുവരി 1 ശേഷം മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനം കേരളം. 2024 4ാമത് ലോക കേരള സഭയുടെ വേദി എവിടെയാണ്? തിരുവനന്തപുരമായിരുന്നു. 2024 4ാമത് ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരം. ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ല തൃശ്ശൂർ. ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട ആദ്യത്തെ ജില്ല പാലക്കാട്, രണ്ടാമത്തെ ജില്ല തൃശ്ശൂർ. 2024 മെയ് 6 അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനാണ് ഹരികുമാർ. മെയ് 6 അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനാരാണ്? ഹരികുമാർ. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ വ്യക്തിയാണ് സംഗീത് ശിവൻ. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായിരുന്നു സംഗീത് ശിവൻ. കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്നത് തിരുവനന്തപുരം. ആദ്യത്തെ മെട്രോ റെയിൽ കൊച്ചി. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പദ്ധതി ആണ് ശലഭം. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പരിശോധന പരിപാടിയുടെ പേരെന്താണ്? ശലഭം. 2020 മെയ്യിൽ അന്തരിച്ച മേള വിദ്വാനാണ് കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ. കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെണ്ടമേളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹ്യ ഉന്നമനത്തിനായി ADS വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്നിടം. കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹ്യ ഉന്നമനത്തിനായി ADS വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്നിടം. കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനമാണ് മാരീജ്. കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും ആര് നിർമ്മിച്ചതാണ്? കെൽട്രോൺ നിർമ്മിച്ചതാണ് മാരീജ്. ബോംബുകളെ കണ്ടെത്തി നിർവീര്യമാക്കുന്ന സംവിധാനം കെൽട്രോൺ കണ്ടുപിടിച്ചതാണ്. പേരെന്താണ് അതിൻ്റെ? മാരീജ്.
2024 മെയ്യിൽ അന്തരിച്ച മാങ്ങാട് നടേശൻ ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? കർണാടക സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ് മാങ്ങാട് നടേശൻ. നാസയുടെ ചന്ദ്രദൗത്യമായ ആർട്ടിമസിൽ പങ്കാളിയാകാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികനാണ് ഡോക്ടർ അനിൽ മേനോൻ. നാസയുടെ ചന്ദ്രദൗത്യമായ ആർട്ടിമസിൽ പങ്കാളിയാകാനുള്ള പരിശീലനം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികനാണ് ഡോക്ടർ അനിൽ മേനോൻ. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം എത്ര രൂപയാണ്? 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് 600 രൂപ പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം. ഇന്ദുലേഖ എന്ന ഛായാചിത്രം വരച്ച പ്രശസ്ത ചിത്രകാരനാണ് രാജാ രവിവർമ്മ. 2024 ഏപ്രിലിൽ 17 കോടി രൂപയ്ക്ക് ലേലം ചെയ്യപ്പെട്ട രാജാ രവിവർമ്മയുടെ ഓയിൽ പെയിൻറ്റിങ്ങാണ് മോഹിനി. മോഹിനിയും ഇന്ദുലേഖയും ആരുടെ ചിത്രങ്ങളാണ്? രാജാ രവിവർമ്മ. മോഹിനി, ഇന്ദുലേഖ ആരുടെയാണ്? രാജാ രവിവർമ്മ. ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി നേടിയ മലയാളിയാണ് ശ്രേയസ് ഗിരീഷ്. ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി നേടിയ മലയാളിയാണ് ആര്? ശ്രേയസ് ഗിരീഷ്. പേര് നോക്കണേ. IRAS 04125+2902B എന്നാണ് പുതിയ ഗ്രഹത്തിൻ്റെ പേര്. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ മലനിരകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യമാണ് ലിഡ്സിയ വാഗമണിക. നമ്മുടെ SCRT-യിലുള്ളതാണിത്. പുതിയ SCRT-യിലുള്ള പോയിൻ്റാണ്. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ മലനിരകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യമാണ് ലിഡ്സിയ വാഗമണിക. കേരള ബാങ്കിൽ അക്കൗണ്ടുള്ള ഉപഭോക്താക്കൾക്ക് മറ്റ് വാണിജ്യ ബാങ്കുകൾ നൽകുന്ന എല്ലാ ഡിജിറ്റൽ സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനാണ് KB പ്രൈം. കേരള ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഉപയോക്താക്കൾക്ക് മറ്റെല്ലാ വാണിജ്യ ബാങ്കുകൾ നൽകുന്ന ഡിജിറ്റൽ സൗകര്യവും ഉറപ്പാക്കുന്ന മൊബൈൽ ബാങ്കിൻ്റെ ആപ്ലിക്കേഷനാണ് KB പ്രൈം. KB പ്രൈം ആരുടെ ആപ്പാണ്? കേരള ബാങ്കിൻ്റെ. ലോകത്തിലെ ഏറ്റവും മികച്ച 25 ലക്ഷറി ഹോട്ടലുകളുടെ പട്ടികയിൽ 11ാമതെത്തിയ മൂന്നാറിലെ ആഡംബര റിസോർട്ടിൻ്റെ പേരാണ് ചാണ്ടീസ് വിൻഡി വുഡ്സ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച 25 ലക്ഷറി ഹോട്ടലുകളുടെ പട്ടികയിൽ 11ാം സ്ഥാനമെത്തിയ മൂന്നാറിലെ റിസോർട്ടാണ് ചാണ്ടീസ് വിൻഡി വുഡ്സ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കലാമേളയായ അരങ്ങ് 2024 വേദി എവിടെയായിരുന്നു? പീലിക്കോട് കാസർഗോഡ് ആണ്. നമ്മൾ കുടുംബശ്രീയിലെ അംഗങ്ങളെ അവരുടെ സാംസ്കാരിക ഉന്നമനത്തിനായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി പറഞ്ഞായിരുന്നു എന്താണ്? എന്നിടം. ഇതെന്താണ്? കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കലാമേളയാണ് അരങ്ങ്. അരങ്ങിൻ്റെ വേദിയായിരുന്നു 2024 വേദി എവിടെയായിരുന്നു? പീലിക്കോട് കാസർഗോഡ്. 2024 ജൂണിൽ അന്തരിച്ച പ്രശസ്ത മാധ്യമപ്രവർത്തകനാണ് BRP ഭാസ്കർ. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിനായിട്ട് രക്ഷിതാക്കൾക്ക് വേണ്ടി കേരള മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പാണ് വിദ്യാവാഹൻ. റോഡ് സുരക്ഷ പരിഗണിച്ച് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾ തിരിച്ചറിയുന്നതിന് ഏത് നിറമാണ് നിർബന്ധമാക്കുന്നത്? ഡ്രൈവിംഗ് സ്കൂളിന് കൊടുത്ത നിറമാണ് മഞ്ഞ നിറം. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ധാർ. ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത് എവിടെയൊക്കെയാണ്? കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥലങ്ങൾ. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെട്ട ഓപ്പറേഷൻ ജാഗറി, ഓപ്പറേഷൻ മത്സ്യ, ഓപ്പറേഷൻ ഷവർമ, ഓപ്പറേഷൻ ഹോളിഡേ എന്നിവയെല്ലാം കൂടി ഒറ്റ പേരിൽ അറിയപ്പെടുന്നു. ഇനി എന്താണ് എൻ്റെ പേര്? ഓപ്പറേഷൻ ലൈഫ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെട്ട ഓപ്പറേഷൻ ജാഗറി, ഓപ്പറേഷൻ മത്സ്യ, ഓപ്പറേഷൻ ഹോളിഡേ ആൻഡ് ഓപ്പറേഷൻ ഷവർമ ഇതെല്ലാം കൂടി ഒറ്റ പേരിൽ അറിയപ്പെടുന്ന പേരെന്താണ്? ഇനി ഓപ്പറേഷൻ ലൈഫ്. 2024 വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമാണ് കുടുംബശ്രീ. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം ഏതാണ്? കുടുംബശ്രീ. SCRT-യുടെ പുതുക്കിയ പാഠ്യപദ്ധതി പ്രകാരം തയ്യാറാക്കപ്പെട്ട പാഠഭാഗങ്ങൾക്കനുസൃതമായിട്ട് പരിഷ്കരിച്ച പോർട്ടലാണ് സമഗ്ര ആയിരുന്നു. ഇപ്പോൾ സമഗ്ര പ്ലസ് ആക്കി. സമഗ്ര പുതിയ SCRT കൂടെ ആക്കിയല്ലോ.
അപ്പോൾ സമഗ്ര പ്ലസ് പോർട്ടലാക്കി. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല. അർഹരായ എല്ലാ വോട്ടർമാരെയും മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ തന്നെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. അർഹരായ എല്ലാ വിദ്യാർത്ഥികളെയും 18 വയസ്സ് പൂർത്തിയാക്കിയ എല്ലാ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ല ഏതാണ്? കണ്ണൂരാണ്. കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ MP ആകുന്ന നേതാവ് എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് കൊടിക്കുന്നിൽ സുരേഷ്. എവിടെ നിന്നാണ്? മണ്ഡലം മാവേലിക്കര. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP എന്ന റെക്കോർഡ് നേടിയതാരാണ്? കൊടിക്കുന്നിൽ സുരേഷ്, മാവേലിക്കര. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല എവിടെയാണ്? മലപ്പുറം. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്, ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ളതും മലപ്പുറം. ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ളത് കോഴിക്കോട്. ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് വയനാട്. കേരളത്തിൽ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ 26. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം മലപ്പുറം. ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് വയനാട്. കേരളത്തിൽ നിന്നുള്ള MP-മാരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി E.T. മുഹമ്മദ് ബഷീർ. കേരളത്തിൽ നിന്നുള്ള MP-മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഹൈബി ഈഡൻ. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലിൻ്റെ പേരാണ് ഓർഡർ. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചതാരാണ്? പ്രിയങ്ക ഗാന്ധി. ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത് UR പ്രദീപ്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആളുകൾ കൂട്ടമായി താമസിക്കുന്ന കോളനികൾ ഇനി മുതൽ അറിയപ്പെടുന്നത് എന്തെന്നറിയപ്പെടും? നഗർ എന്നറിയപ്പെടും. ആളുകൾ കൂട്ടമായി താമസിക്കപ്പെടുന്ന കോളനികൾ ഇനി മുതൽ നഗർ എന്ന് അറിയപ്പെടും. കേരളത്തിൽ പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിതമാകുന്നത് മുട്ടത്തറ, തിരുവനന്തപുരം. കേരളത്തിൽ പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിതമാകുന്ന എവിടെയാണ്? മുട്ടത്തറ, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരിയാണ് രഞ്ജുമോൾ മോഹൻ. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി രഞ്ജുമോൾ മോഹൻ. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കലാകാരിയാണ് രഞ്ജുമോൾ മോഹൻ. കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത് കേട്ടോ, ഒത്തിരിയുണ്ട്. കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച ലഹരി വിരുദ്ധ പദ്ധതിയാണ് പോഡ. കൊച്ചി സിറ്റി പോഡ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. എന്ത് പദ്ധതിയാണ്? ലഹരി വിരുദ്ധ പദ്ധതിയാണ്. കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച ലഹരി വിരുദ്ധ പദ്ധതിയാണ് പോഡ. 2024 അന്തരിച്ച കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെട്ട മലയാളിയാണ് P. തങ്കപ്പൻ നായർ. കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെട്ട മലയാളി ആരാണ്? P. തങ്കപ്പൻ നായർ. കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കിയ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനമാണ് കുടുംബശ്രീ. കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനം ആരാണ്? കുടുംബശ്രീ. യുനെസ്കോയുടെ സാഹിത്യ നഗര പദ്ധതി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരമാണ് കോഴിക്കോട്. എന്നാണ് 2024 ജൂൺ 23 യുനെസ്കോയുടെ സാഹിത്യ നഗര പദ്ധതി കൈവരിച്ചത്. 2024 GI ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോൽപ്പന്നമാണ് നിലമ്പൂർ തേക്ക്. 2024 GI ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോൽപ്പന്നമാണ് നിലമ്പൂർ തേക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരിന് കീഴിലുള്ള അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് ചേവായൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരിന് കീഴിലുള്ള അവയവമാറ്റ ആശുപത്രി എവിടെയാണ്? ചേവായൂർ, കോഴിക്കോട്. ബോട്ടുകളിൽ പുസ്തകങ്ങളിൽ വായിക്കുന്നതിനായി ജലഗതാഗത വകുപ്പിൻ്റെ പദ്ധതിയാണ് പുസ്തകത്തോണി. ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായിട്ടുള്ള ജലഗതാഗത വകുപ്പിൻ്റെ പദ്ധതിയാണ് പുസ്തകത്തോണി. SSLC +2 പരീക്ഷകളിൽ തോറ്റവരെയും പാതിവഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി പഠനം തുടരാനും പരീക്ഷ എഴുതാനും പ്രേരണയും സഹായവും നൽകുന്ന കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഹോപ്പ്. എന്താണ്? SSLC +2 പരീക്ഷയിൽ തോറ്റവരെയും പാതിവഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി പഠനം തുടരാനും പരീക്ഷ എഴുതാനും പ്രേരണയും സഹായവും നൽകുന്ന കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഹോപ്പ്. 2024 നിയമസഭയിലെ ചട്ടങ്ങളിൽ അടിയന്തര പ്രമേയം എന്നതിന് പകരം എന്താണ് വന്നത്? നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം.
സത്യപ്രതിജ്ഞ എന്നതിന് പകരം ശപഥം. അവിശ്വാസ പ്രമേയം എന്നതിന് പകരം അവിശ്വാസം രേഖപ്പെടുത്തുവാനുള്ള ഉപക്ഷേപം. നന്ദി പ്രമേയം എന്നതിന് പകരം നന്ദി രേഖപ്പെടുത്തുവാനുള്ള ഉപക്ഷേപം. 2024 നിയമസഭയിലെ ചട്ടങ്ങളിൽ പുതിയതായിട്ട് വന്ന വാക്കുകളാണ്. പ്രമേയത്തിന് പകരം എന്താണ്? നടപടികൾ നിർത്തിവെക്കുവാനുള്ള ഉപക്ഷേപം. അടിയന്തര പ്രമേയത്തിന് പകരം നടപടികൾ നിർത്തിവെക്കുവാനുള്ള ഉപക്ഷേപം. സത്യപ്രതിജ്ഞയ്ക്ക് പകരം ശപഥം. ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളുടെ ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ചികിത്സ എത്ര രൂപയാണെന്ന് ചോദിക്കും. കഴിഞ്ഞ ഒരു PYQലുണ്ടായിരുന്നു. എത്ര ലക്ഷം രൂപയുടെ ചികിത്സാ ചിലവാണ് സർക്കാർ വഹിക്കുന്നതെന്ന്. ഇത് കാസ്പിന് എത്ര രൂപയാണ്? 5 ലക്ഷം രൂപ. നോക്കിക്കോ, ഇത് ചോദിക്കും. കാസ്പിന് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് നൽകുന്ന എമൗണ്ട് എത്രയാണ്? 5 ലക്ഷമാണ്. 5 ലക്ഷം. കേരളത്തിലെ ആദ്യത്തെ KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. ഉപരിപഠനത്തിന് അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് +2 നേടാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്കോൾ കേരള. സ്കോൾ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ഓപ്പൺ എ ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ. സ്കോൾ കേരള. കേരളത്തിലെ ആദ്യത്തെ മിലി മാർട്ട് നിലവിൽ വന്ന എവിടെയാണ്? പഴവങ്ങാടി, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ മിലി മാർട്ട് വന്നത് പഴവങ്ങാടി, തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായി തിരഞ്ഞെടുത്തത് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായി തിരഞ്ഞെടുത്തത് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ മഴമാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ മഴമാപിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല വയനാടാണ്. വയനാട്. തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ വിവര ശേഖരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് ക്യൂഫീൽഡ്. തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ വിവര ശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് ക്യൂഫീൽഡ്. കോഴിക്കോടിനെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചതെന്നാണ് 2024 ജൂൺ 23. കേരള സർക്കാർ നഗരസഭകളിൽ അതിന് മുന്നേ ഒന്നുണ്ടല്ലോ, വീടുകളുടെ മേൽക്കൂരയിൽ സൗരോർജ്ജ പാളികൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് പുരപ്പുറ സൗര വൈദ്യുത പദ്ധതി. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വീടുകളുടെ മേൽക്കൂരയിൽ സൗരോർജ്ജ പാളികൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ്, കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. കേരള സർക്കാർ നഗരസഭകളിൽ നടപ്പിലാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം 346 ആണോ? 346 മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനമാണ്. അയ്യങ്കാളിയുടെ തെറ്റുപറ്റിയതാണെന്ന് തോന്നുന്നു. 333 ലേറ്റസ്റ്റ്. ഞാനത് ആഡ് ചെയ്യാം. 333 കേട്ടോ. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയങ്ങളിലൊന്നായ 99 വെള്ളപ്പൊക്കത്തിൻ്റെ എത്രാം വാർഷികമാണ് 2024 ആചരിച്ചത്? 100ാം വാർഷികം. 1924 ആ വെള്ളപ്പൊക്കം അല്ലേ? 99 വെള്ളപ്പൊക്കം. 2024 അന്തരിച്ച ലോകപ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ് ഡോക്ടർ MS വല്യത്താൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് മയൂരശിഖ ജീവിതം അനുഭവം അറിവ്. മയൂരശിഖ ജീവിതം അനുഭവം അറിവ് ആരുടെയാണ്? ഡോക്ടർ MS വല്യത്താൻ. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മഞ്ഞപ്പൊട്ടുവാലൻ ഏത് ജീവിവർഗമാണ്? പാമ്പാണ്. മഞ്ഞപ്പൊട്ടുവാലൻ. വ്യവസായ നയത്തിൽ സമഗ്ര AI നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണ പദ്ധതിയാണ് അരികെ. കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണ പദ്ധതിയുടെ പേരെന്താണ്? അരികെ. 2024 ജൂലൈയിൽ അന്തരിച്ച അരോമ മണി എന്ന M മണി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിനിമയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെൻറ്റർ സ്ഥാപിച്ചത് എവിടെയാണ്? പുലിക്കയം, കോഴിക്കോട്. കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെൻറ്റർ എവിടെയാണ് സ്ഥാപിച്ചത്? പുലിക്കയം, കോഴിക്കോട്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കല്ലായിപ്പുഴ. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കല്ലായിപ്പുഴ, കോഴിക്കോട്. കേന്ദ്ര
കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച മരച്ചീനി കൃഷി നശിപ്പിക്കുന്ന മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന മരച്ചീനി ഇനമാണ് ശ്രീശക്തി. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച മരച്ചീനി കൃഷി നശിപ്പിക്കുന്ന മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന മരച്ചീനി ഇനമാണ് ശ്രീശക്തി. കേരള സർക്കാർ ആരംഭിക്കാനിരിക്കുന്ന വിമാന സർവീസ് കമ്പനിയാണ് എയർ കേരള. കേരള സർക്കാർ ആരംഭിക്കാനിരിക്കുന്ന വിമാന സർവീസ് കമ്പനിയാണ് എയർ കേരള. 2024 കേരളത്തിൽ നിന്ന് ട്രേഡ് മാർക്ക് ലഭിച്ചത് എന്തിനാണ്? ഓണവില്ലിനാണ് കേരളത്തിൽ നിന്ന് ട്രേഡ് മാർക്ക് ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ജനറേറ്റീവ് AI കോൺക്ലേവിൻ്റെ വേദി എവിടെയായിരുന്നു? കൊച്ചിയിലായിരുന്നു. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ജനറേറ്റീവ് AI കോൺക്ലേവിന് വേദിയാവുന്നത് കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തലശ്ശേരി VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് തലശ്ശേരി VR കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം. 2024 ഇന്ത്യയിലെ മികച്ച കുടുംബാരോഗ്യ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബ കേന്ദ്രമാണ് കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം. 2024 ഇന്ത്യയിലെ മികച്ച കുടുംബാരോഗ്യ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബ കേന്ദ്രമാണ് കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം. ഓക്കെ, താങ്ക് യു. ബാക്കി അടുത്ത സെക്ഷനിൽ പഠിക്കാം. ഇനി ഒരു സെക്ഷനും കൂടെ ഉണ്ട് കേട്ടോ.